അവർ പറയുകയാണ്, നീ അനേകരെ രക്ഷിച്ചില്ലേ, മറ്റുള്ളവരെ രക്ഷിച്ചില്ലേ, എന്നാൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇത് വലിയൊരു പരിഹാസമാണ്. നീ അനേകരെ രക്ഷിച്ചു, നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല. ആമേൻ. അതുപോലെ നീ ക്രൂശിൽ, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങുക. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഈ പരിഹാസം ഏറ്റെടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് പരിഹാസത്തിന്റെ പകരമായതിനു വേണ്ടി പ്രതികരിച്ചിരുന്നെങ്കിൽ, ദൈവമക്കളെ, കർത്താവ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ നാം ഓരോരുത്തരും, ഞാനും നിങ്ങളും ഇന്നും പാപത്തിന്റെ അടിമകളായി ജീവിക്കേണ്ടി വന്നേരും. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, ആമേൻ, അത് നടക്കരുത്. അല്ലെങ്കിൽ അവന്റെ പിശാചിന്റെ ഏറ്റവും അവസാനത്തെ തന്ത്രമായിരുന്നു കർത്താവ് ക്രൂശിലേക്ക് പോകരുത്, കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച ലക്ഷ്യത്തിൽ നിന്ന് അവനെ പുറകോട്ട് കൊണ്ടുപോകണം എന്നുള്ള അവന്റെ അവസാനത്തെ തന്ത്രമായിരുന്നു നമ്മുടെ കർത്താവിനെ പരിഹസിച്ചത്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ആ പരിഹാസം നമ്മുടെ കർത്താവ് ഏറ്റെടുത്തില്ല. കാരണം അവൻ നമ്മെ ഓർത്തു. ഹല്ലേലൂയ. ഈ പരിഹാസം കേട്ടിട്ട് ക്രൂശിൽ നിന്നിറങ്ങി താഴെ വന്നിരുന്നെങ്കിൽ അവൻ നമ്മുടെ ആരുടെ രക്ഷ ഒരിക്കലും, ഹല്ലേലൂയ, പ്രാവർത്തികമാകത്തില്ല. നമ്മളെന്നും പാപത്തിൽ തന്നെ ജീവിക്കേണ്ടി വന്നതിനും ഇന്നും നമ്മൾ പാപികളായി തന്നെ നിലനിൽക്കേണ്ടി വന്നതിനും നമുക്കൊരിക്കലും ദൈവരാജ്യ പ്രവേശനം, സ്വർഗരാജ്യ പ്രവേശനം, ദൈവ മക്കൾ എന്നുള്ള പദവി ലഭിപ്പാൻ, ദൈവത്തിന്റെ കുടുംബക്കാരെന്നുള്ളൊരു പദവി ലഭിപ്പാൻ നമുക്കൊരിക്കലും ഭാഗ്യം ലഭിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവിനെ പരിഹസിച്ചെങ്കിലും അവൻ ആ പരിഹാസത്തെ ഗണിക്കാതെ അല്ലെങ്കിൽ ഗണ്യമാക്കാതെ ക്രൂശിൽ മരണം വഹിച്ചത് നമ്മെ ഓരോരുത്തരെ ഓർത്തിട്ടാണ്. അവൻ പാടിയതുപോലെ തന്നെ ക്രൂശിൽ കിടന്നപ്പോഴും അവന്റെ വേദന, കാരിരുമ്പാണികളുടെ വേദനയല്ല അവനെ വേദനിപ്പിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയായിരുന്നു അവന്റെ മനസ്സിൽ. നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടണമെന്നായിരുന്നു നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാതെ പരിഹാസം ക്ഷമയോടെ സഹിച്ച്, പരിഹാസികളെ ക്ഷമയോടെ അവൻ കണ്ട് അവൻ ക്രൂശിൽ മരണം വഹിച്ചത്.